ആ, എല്ലാവർക്കും നമസ്കാരം. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആറ്റിങ്ങലിന്റെ ആ, ഈ വെബിനാർ 10ാമത്തെ വെബിനാറാണ് ഇന്നിവിടെ നടക്കുന്നത്. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആറ്റിങ്ങൽ ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ററാക്ഷൻ സെല്ലിന്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നോവേഷൻ കൗൺസിലിന്റെയും അതുപോലെ തന്നെ ഇന്നോവേഷൻ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും ഭാഗമായിട്ടുള്ള 10ാമത്തെ വെബിനാറാണ്. നമ്മുടെ ഇന്നത്തെ വെബിനാർ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് ആണ്. നമ്മുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ബഹുമാനപ്പെട്ട നിഖിൽ സാറാണ്. അദ്ദേഹം ബി എച്ച് എൽ ട്രിച്ചി HBBP ഡിവിഷനിലെ ക്വാളിറ്റി മാനേജറാണ്. അദ്ദേഹത്തെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് HODമാർ, ബഹുമാനപ്പെട്ട അധ്യാപകർ, മറ്റ് പോളിടെക്നിക് കോളേജുകളിലെ അധ്യാപകർ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് നമ്മുടെ നിഖിൽ സാറിനെ പറ്റി 2 വാക്ക് സംസാരിക്കാം. നിഖിൽ സാർ അദ്ദേഹം 2007-2008 അദ്ദേഹം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്ത് ഇൻഫോസിസിൽ വർക്ക് ചെയ്ത ശേഷമാണ് അദ്ദേഹം 2009-2011 കാലഘട്ടത്തിൽ മാർബസീലിയസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം BHEL ട്രിച്ചിയിലേക്ക് കിട്ടിയത്, അദ്ദേഹം ജോലിക്ക് കയറിയത്. 12 വർഷത്തോളം അദ്ദേഹത്തിന് ടെസ്റ്റിംഗ് ഓഫ് വാൽവ് കാസ്റ്റിംഗ്, അതുപോലെ തന്നെ ഓയിൽ ഫീൽഡ് എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ സ്റ്റീം ജനറേറ്റേഴ്സ്, ബോയിലർ കമ്പോണൻസ് ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ട്. NDT ഇൻസ്പെക്ടർ ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺ സൈറ്റ് NDT സപ്പോർട്ട് അദ്ദേഹം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ NDT ഇൻസ്പെക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇതെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ MTech നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് 2013 അദ്ദേഹം NIT ട്രിച്ചിയിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ GC ബാർട്ടൺ ഹില്ലിൽ നിന്നാണ് അദ്ദേഹം BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2007 പാസ് ഔട്ട് ആയത്. അദ്ദേഹത്തിന്റെ 2007 ശേഷം ഉള്ള ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസും അതിനുശേഷം ടീച്ചിങ് എക്സ്പീരിയൻസും വീണ്ടും അദ്ദേഹത്തിന്റെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസും നമുക്ക് ഈ ഒരു സെഷന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെടും. അതോടൊപ്പം തന്നെ നമ്മുടെ IIC-യുടെയും IIIC-യുടെയും IEDC-യുടെയും ഭാഗമായിട്ടുള്ള ഈ വെബിനാർ സെഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം നമ്മളോട് വോളണ്ടറിയർലി അദ്ദേഹം എടുക്കാമെന്ന് ഏൽക്കുകയും അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ ഫാക്കൽറ്റി മെമ്പേഴ്സിന് വേണ്ടി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം തയ്യാറാവുകയും അതിനോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വെബിനാർ സെഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നിഖിൽ സാറിനെ ക്ഷണിച്ചുകൊള്ളും. ഓവർ ടു യു സാർ. താങ്ക് യു ഷൈൻ സാർ. കേൾക്കാമോ? ഹലോ. കേൾക്കാം സാറേ, കേൾക്കാം. ഓക്കെ. Good evening to all. First of all, I want to thank Dr. Shine here. Sir, actually, he was my colleague in Marcus College. Thank you, Shine sir, for giving me such an opportunity to interact with the people, interact with the students who are academically very stronger than us. Because അക്കാഡമിക്സിൽ നമ്മൾ കുറച്ച് ഒരു 15 വർഷത്തോളമായി ഞാൻ അക്കാഡമിക്സിൽ നോക്കിയത്. അപ്പോൾ പുതിയത് എന്താണെന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ നിന്നാണ് ഇൻട്രാക്ഷനിലൂടെ നിങ്ങൾക്ക് കിട്ടേണ്ടത്. Because industrial people will say that we have big experience in our field, but new things you people only knowing or you are in touch with that.
So, for this particular webinar, my topic is industrial radiography. I am Nikhil, manager. I'm a part of a non-destructive testing laboratory, high pressure boiler plant, Bharat Heavy Electric Limited, Extra. High pressure boiler, we are making industrial boilers for power generation, and steam generators for nuclear power generation, and very heavy metals, welding, everything we are capable of. So mainly we have our own standards for different types of jobs we deal with. We are following ASME, C marking, API for petroleum products, ASND, then PCN, ISO, other standards we are following. So basically, first thing I will start with non-destructive testing. So non-destructive testing. Sir, can you talk in Malayalam or English? Which you will prefer? സാറേ മലയാളം ഓക്കെ ആണ് സാറേ. Okay. Thank you. ഞാൻ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ലബോറട്ടറിയിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് വെൽഡ്മെന്റ്സ്. അപ്പം പല മെത്തേഡ്സ് ഉണ്ട് അതിന്. അപ്പം പേര് സൂചിപ്പിക്കുന്നത് പോലെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ആണ്. ഏതാണ് നമുക്കറിയാവുന്ന ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്? നമ്മളൊരു പർട്ടിക്കുലർ മെറ്റലിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാനോ, അല്ലെങ്കിൽ അതിൻ്റെ ഹാർഡ്നെസ് മെഷർ ചെയ്യാനോ, അതിൽ നിന്നും ഒരു പീസ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് പർട്ടിക്കുലർ സൈസിൽ കട്ട് ചെയ്ത്, ഷേപ്പിൽ കട്ട് ചെയ്ത്, അത് നമ്മൾ ടെൻസൈൽ ടെസ്റ്റ്, കംപ്രഷൻ ടെസ്റ്റ്, പിന്നെ അങ്ങനെയുള്ള മെറ്റീരിയൽ ടെസ്റ്റ്, മെറ്റീരിയൽ അനാലിസിസ്, ഇതെല്ലാം നടത്തുന്നതാണ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് നടത്തി കഴിഞ്ഞ് നമുക്ക് ആ പീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്ലഡ് സാമ്പിൾ കൊടുക്കുന്നത് പോലെയാണ്. നമ്മൾ ബ്ലഡ് സാമ്പിൾ ലബോറട്ടറി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്ലഡ് ഉപയോഗിക്കാൻ പറ്റില്ല. ബട്ട് ദാറ്റ് വിൽ ഗീവ് എ പർട്ടിക്കുലർ, അത് നമ്മുടെ ബ്ലഡിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതിനുള്ള സാമ്പിൾ ആയിരിക്കും. പക്ഷെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇപ്പോൾ ഒരു വെൽഡിൻ്റെ ഒരു സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്തു. പക്ഷേ വി ആർ വെരി മച്ച് കീൻ ദാറ്റ് ആ ടെസ്റ്റ് ചെയ്ത പ്രോപ്പർട്ടി ആണോ ബാക്കിയുള്ളിടത്തുള്ളത് എന്നതുകൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഒരു വെൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വേരിയബിൾസ് ഉണ്ട്. അത് ആൾറെഡി 4 M's എന്ന് നമുക്ക് പറയാം: മാൻ, മെഷീൻ, മെറ്റീരിയൽസ്, മണി. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള വെൽഡ്, ഇപ്പോൾ കുറച്ചെടുത്ത് മാത്രം വെൽഡ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫുൾ വെൽഡ് നല്ലതാണെന്ന് പറയാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വെൽഡ് അതിന് കേടുപാടുകളൊന്നും ഇല്ലാതെ തന്നെ ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്തുകൊണ്ട്, അപ്പോൾ അതിനെ ഡിസ്ട്രക്റ്റീവ് അല്ലാതെ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതൊന്ന് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ മെയിൻലി ഇവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്, അൾട്രാസോണിക് ടെസ്റ്റിംഗ്, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് ആൻഡ് ലിക്വിഡ് പേപ്പർ ടെസ്റ്റിംഗ്. ഇതിൻ്റെ അഡ്വാൻസ് വേർഷൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം റേഡിയോഗ്രാഫി എടുത്താൽ കമ്പ്യൂട്ടർ റേഡിയോഗ്രാഫി, ഡിജിറ്റൽ റേഡിയോഗ്രാഫി, റിയൽ ടൈം റേഡിയോഗ്രാഫി എന്ന് പറഞ്ഞ അഡ്വാൻസ് ടെക്നോളജീസും വി ആർ ഡീലിംഗ് വിത്ത്. അൾട്രാസോണിക് ടെസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ ഫേസ്ഡ് ഡേ അൾട്രാസോണിക് ടെസ്റ്റിംഗ്, ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിഫ്രാക്ഷൻ ടെസ്റ്റിംഗ്, ഫേസ്ഡ് ഡേയിൽ തന്നെ പുതിയ പുതിയ ടെക്നോളജീസ്, POFT, PFM, FMC എന്നൊക്കെ പറഞ്ഞ ഫുൾ മെട്രിക്സ് കാപ്ചർ, അങ്ങനെ അഡ്വാൻസ്ഡ് ടെക്നിക്സ് we are adopting. So non-destructive testing, we are confirming the product without any discontinuities or defects, and it will ensure our product integrity and reliability. So ഈ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിന് മെയിൻ കിങ് ഓഫ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് ആണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതും ഡിപ്പെൻഡ് ചെയ്യുന്നതും റേഡിയോഗ്രാഫിക് ടെസ്റ്റിങ്ങിലാണ്. അതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, സേഫ്റ്റി പ്രോബ്ലംസ് ഉണ്ട്. സേഫ്റ്റി വി ഹാവ് ടു യൂസ് ഇറ്റ് വെരി സേഫ്ലി. അപ്പോൾ സേഫ്റ്റി മെഷേഴ്സ് വി ഹാവ് ടു എൻഷുർ, അതെല്ലാം ഉണ്ട്. ഇത് എല്ലാ ഫീൽഡിലും യൂസ് ചെയ്യാം. നോട്ട് ഓൺലി ഇൻ മെക്കാനിക്കൽ ഇൻഡസ്ട്രി, വി ആർ യൂസിങ് ഇറ്റ് ഇൻ ഇലക്ട്രോണിക്സ്, ഏവിയേഷൻ ഇൻഡസ്ട്രി. സോ ഇറ്റ് ഹാസ് വൈഡ് ആപ്ലിക്കേഷൻ. ഈവൻ മെഡിക്കൽ ഫീൽഡിൽ റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നു. മെഡിക്കൽ ഫീൽഡിങ്ങിൻ്റെ റേഡിയോഗ്രാഫി യൂസ് ചെയ്യുന്നത് പാരാമീറ്റേഴ്സ് എല്ലാം കുറച്ച് മാറും. ഇൻഡസ്ട്രിയൽ റേഡിയോഗ്രാഫി വരുമ്പോൾ പാരാമീറ്റേഴ്സ് എല്ലാം മാറും. സോ
ദിസ് ഈസ് അവർ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അതായത് നമ്മുടെ ജീവിതം ഇതിലൂടെയാണ് പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഫോൺ മുതൽ ടി വി മുതൽ നമ്മുടെ മൈക്രോവേവ് അവൻ മുതൽ റേഡിയോ വേവ്സ് മുതൽ എല്ലാം നമ്മുടെ ജീവിതം ഇതില്ലാതെ, ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഇല്ലാതെ ഒരു ദിവസം പോലും കടന്നു വന്നില്ല. അപ്പം ഇതിൽ ഏറ്റവും നമുക്കറിയാം, ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഞാൻ ലെഫ്റ്റ് നിന്ന് റൈറ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിന്റെ വേവ് ലെങ്ത് കുറയുകയാണ്, അപ്പോൾ ഫ്രീക്വൻസി കൂടുകയാണ്. ഫ്രീക്വൻസി എന്ന് പറയാം നമുക്ക് നമ്പർ ഓഫ് വേവ്സ് ഇൻ എ പർട്ടിക്കുലർ ടൈം ആണ് ഫ്രീക്വൻസി. അപ്പോൾ വേവ് ലെങ്ത് കൂടുന്നതനുസരിച്ച് ട്രാവലിംഗ് ഡിസ്റ്റൻസ് കൂടും. അതൊന്നും റേഡിയോ വേവ്സിനല്ല, വേവ് ലെങ്ത് കൂടുതലാണ്, അപ്പോൾ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യും. ചെറിയ വേവ് ലെങ്ത് ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ റേഡിയോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ വി ആർ യൂസിങ് എക്സ്റേസ് ആൻഡ് ഗാമ റേസ്, ആൻഡ് ദീസ് എക്സ്റേസ് ആൻഡ് ഗാമ റേസ് ആർ ഹാവിങ് വെരി ഷോർട്ട് വേവ് ലെങ്ത്, ചെറിയ വേവ് ലെങ്ത് ആണ്. So that it can ionize or it can pass through the material and find the defects in the material. So we can see this is our area of interest in this particular chapter. But നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിൽ ഇത് മൊത്തം ആവശ്യമുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ പർട്ടിക്കുലർ ഏരിയയെ പറ്റിയാണ്. ഫസ്റ്റ് ബൈ അറ്റോമിക് എക്സ്റേയും ഗാമാറേയും തുടങ്ങുന്നതിന് മുമ്പ് നമുക്കറിയേണ്ട ഒരു കാര്യമാണ് അറ്റോമിക് സ്ട്രക്ചർ. ഇത് ബോർ മോഡൽ അറ്റോമിക് സ്ട്രക്ചറാണ്. അപ്പോൾ അറ്റോമിക് സ്ട്രക്ചറിൽ നടുവിൽ നമുക്ക് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, അതിന് ചുറ്റിലും പല ഓർബിറ്റ്സിൽ എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ആറ്റം എന്നുള്ളൊരു കൺസെപ്റ്റിൽ ബോർ പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഇതിൽ ഒരുപാട് തിയറംസ് ഉണ്ട്, ഇങ്ങനെയൊന്നും അല്ല, ഡിഫറെൻ്റ് ആണ്. പക്ഷെ നമ്മൾ പല കാര്യങ്ങളും പല ഫിനോമിനൻസും ഡിസ്ക്രൈബ് ചെയ്യാൻ ബോർ മോഡൽ ഉപയോഗിക്കാറുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ പർട്ടിക്കുലർ മോഡൽ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇതിൽ നമുക്ക് കാണാം നടുക്കുള്ള ന്യൂക്ലിയസിൽ പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഉണ്ട്, ചുറ്റിനും ഇലക്ട്രോൺസ് ചുറ്റാണ്. ഇതില് ഒരു നിങ്ങൾ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞ സാധനം? മാസ് ഡിഫക്റ്റ്. ഈ മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റ് അതൊരു ആ പേര് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്നതിൽ തന്നെ മാസ് ഡിഫക്റ്റ് ഇൻ മാസ് എന്നാണ്. ഇപ്പൊ നമ്മുടെ ഈ ആറ്റത്തിന്റെ മൊത്തം വെയിറ്റ്, അതിന്റെ 99.99% വെയിറ്റ് അത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ബാക്കി വളരെ കുറച്ച് മാത്രമേ ഇലക്ട്രോൺസ് ഉള്ളൂ, വളരെ വളരെ കുറച്ച്. ഇപ്പോൾ നമ്മുടെ നടുക്കിരിക്കുന്ന ന്യൂക്ലിയസ് ആണ് ആറ്റത്തിന്റെ മൊത്തം വെയിറ്റിന്റെ 99.99% എന്ന് ഞാൻ പറഞ്ഞു. അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂട്രോൺസിനും പ്രോട്ടോൺസിനും ആയിരിക്കും ഒരേ വെയിറ്റ് ആണ്. ഒരു ന്യൂട്രോണിനും ഒരേ പ്രോട്ടോണിനും ഒരേ വെയിറ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ നടുക്ക് ഒരു 10 ന്യൂട്രോൺ ഉണ്ട്, 10 ഇലക്ട്രോൺ ഉണ്ട്. ഇതിന്റെ ഇൻഡിവിജ്വൽ വെയിറ്റ് എടുത്ത്, അപ്പോൾ 20 ഇൻറ്റു ഒരു യൂണിറ്റ് വെയിറ്റ് ആണ്, 20 യൂണിറ്റ്. അതിന്റെ ഇൻഡിവിജ്വൽ വെയിറ്റ് എടുത്ത് നോക്കുകയും ഇതെല്ലാം കൂടിച്ചേർന്ന് നിൽക്കുമ്പോൾ ഒരു ആറ്റമായിട്ട് എടുക്കുന്ന സമയത്ത് നോക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചെറിയൊരു മാസ് ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒന്നിച്ച് നിൽക്കുമ്പോൾ, ഇവരെല്ലാം ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരു വെയിറ്റിന്റെ കുറവ് കാണപ്പെടുന്നു. അതിനാണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് മാസ് ഡിഫക്റ്റ്? ഇതാണ് മാസ് ഡിഫക്റ്റ്. പക്ഷെ എന്തിനാണ് ഈ മാസ് ഡിഫക്റ്റ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻസ് ഇൻ വെയിറ്റ് ആണ്. കാരണം നമുക്കറിയാം പ്രോട്ടോൺ എല്ലാം പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ എല്ലാം നെഗറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺസിനെ ഒന്നിച്ച് നിർത്താൻ, ന്യൂട്രോൺസ് എല്ലാം ന്യൂട്രലാണ്, പ്രോട്ടോൺസ് ചാർജുള്ള പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസിനെ ഒന്നിച്ച് നിർത്താനായിട്ട്, അതൊരു ആറ്റമായിട്ട് നിർത്താനായിട്ട് ഒരു ബൈൻഡിങ് എനർജി ആവശ്യപ്പെടും. ഈ ബൈൻഡിങ് എനർജിയാണ് നമ്മൾ ചെറിയ മാസ് കൊണ്ട് കൺവേർട്ട് ചെയ്തത്. അതായത് E=mc² എന്നുള്ള ഫോർമുല ഐൻസ്റ്റീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഫോർമുല വെച്ചിട്ട് കുറച്ച് എനർജിയായി കൺവേർട്ട് ചെയ്യും, ആ മാസിനെ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യും. ആ എനർജിയാണ് ഈ ബൈൻഡിങ് ഫോഴ്സ് ആയിട്ട് ഈ ന്യൂക്ലിയസിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ റിഗാർഡിംഗ് ദി സ്റ്റെബിലിറ്റി ഓഫ് ദ ആറ്റം, ബൈൻഡിങ് എനർജി ഈസ് ഹാവിങ് എ ബിഗ് റോൾ. അതാണ് നമ്മുടെ മെയിൻ ഫസ്റ്റ് ചിന്തിക്കുന്ന കാര്യം. അപ്പം എപ്പോഴൊക്കെയാണോ ഇതിനെ ഒരു ബാഗിനകത്ത് നമ്മൾ ഈ 10 പ്രോട്ടോണും 10 ന്യൂട്രോണും ബാഗിനകത്ത് നമ്മൾ ഇട്ട് വെക്കുകയാണ്. പക്ഷെ ബാഗിന്റെ വെയിറ്റ് അല്ലെങ്കിൽ ബാഗ് എപ്പോഴാണോ പൊട്ടുന്നത് ഇത് എല്ലാം ചിതറിപ്പോകും. അതിനെയാണ് നമ്മൾ ഡിസൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഡിസൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ന്യൂക്ലിയസ്, ഹെവി ന്യൂക്ലിയസ് എന്തെങ്കിലും കാരണം കൊണ്ട്, അത് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ അതിന്റെ ഓൺ വെയിറ്റ് ആയിരിക്കാം, അതുകൊണ്ട്
അതിനെ പൊട്ടിപ്പോവുക, അതിനെ പൊട്ടി പീസ് പീസായി മാറുന്നതിനാണ് ഡിസന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഈ ഡിസന്റഗ്രേഷൻ നടക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് എനർജി പുറത്തോട്ട് വരികയും ആ എനർജി നമ്മൾ എന്താ പറയാ, ഗാമാറെ എന്ന് പറയാം. ഗാമാറെ, ആൽഫാറെ, ആൽഫ, ബീറ്റ, ഗാമ, അങ്ങനെ നിറയെ എനർജി പുറത്തോട്ട് വരും. അപ്പൊ അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് ഗാമാറെ. ഓക്കെ, ഈ ഗാമാറെ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഈ ഗാമാറയ്ക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മളിപ്പോ പത്രങ്ങളിൽ കാണുന്നത്, നമ്മളിപ്പോ ന്യൂസിലെല്ലാം കാണുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിനെ സംബന്ധപ്പെട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് മാത്രം നമ്മൾ ആ ഗാമാറെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ആ ഗാമാറെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടോ നാച്ചുറലായിട്ടോ ഉണ്ടാക്കിയിട്ട് ആ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഗാമാറെ വെച്ച് നമ്മൾ മെറ്റലിലൂടെ പാസ് ചെയ്ത് ആ മെറ്റലിന്റെ റേഡിയോഗ്രാഫി എടുക്കുന്നു. ദാറ്റ് ഈസ് ദ പ്രോസസ്. നമുക്ക് ഇതേ സാധനം തന്നെ, ഇതേ ന്യൂക്ലിയർ ഫിഷൻ തന്നെ നമുക്ക് വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ മേക്കിംഗ് ബോംബ്. ആറ്റം ബോംബ് ഉണ്ടാക്കാനും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന്റെ അളവ് കൂടുതലായിരിക്കും, അതിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പം അതിനൊരു പേരുണ്ട്, എൻറിച്ച്മെന്റ്. എന്താ പറയുക, സ്വാംശീകരണം അല്ല, എൻറിച്ച്മെന്റ്. അതിന്റെ മലയാളം കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. സോ ദിസ് എൻറിച്ച്മെന്റ് പ്രോസസ് വെച്ച് വി ക്യാൻ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദിസ് പർട്ടിക്കുലർ പ്രോസസ്. അപ്പൊ ഇതേ ഇത് തന്നെയാണ് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ, ന്യൂക്ലിയർ ഫിഷൻ റിയാക്ടറിനകത്ത് നടക്കുന്നത്. ഓക്കെ, സോ ഒരു ആറ്റം, ഒരു ഹെവി ആറ്റം, യുറാനിയം, ഫോർ എക്സാമ്പിൾ യുറാനിയം 238, തോറിയം 234, ഇതെല്ലാം ഹെവി ആറ്റംസ് ആണ്. 238 അത്രയും ന്യൂട്രോൺസ് അതിനകത്തുണ്ട്, അത്രയും ഹെവിയാണ്. അപ്പൊ അതിനെ ഒന്നുകിൽ അത് ആർട്ടിഫിഷ്യലായിട്ട് ഒരു എക്സ്റ്റേണൽ ന്യൂട്രോൺ, തെർമൽ ന്യൂട്രോൺ വെച്ച് ബൊമ്പാർഡ് ചെയ്യുമ്പോൾ, അതായത് ഇടിക്കുമ്പോൾ അത് പൊട്ടിപ്പോവുകയും അതിൽ നിന്ന് രണ്ട് പീസായി മാറുകയും അതിൽ നിന്ന് കുറച്ച് എനർജി വെളിയിൽ വരികയും ചെയ്യും. ഇതിനാണ് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് കുറെ നാച്ചുറൽ ഐസോടോപ്സ് അല്ലെങ്കിൽ നാച്ചുറൽ ന്യൂക്ലിയർ ഫിഷൻ ചെയ്യുന്ന എലമെന്റ്സ് നമ്മുടെ ഭൂമിയിലുണ്ട്. നമ്മുടെ കേരളത്തിന്റെ തീരങ്ങളിൽ കാണുന്ന കരിമണൽ എന്ന് പറയുന്ന കരിമണലിൽ നിന്നും എൻറിച്ച്മെന്റ് പ്രോസസ്സിൽ നമുക്ക് തോറിയം എടുക്കാൻ പറ്റും. അതിനാണ് കരിമണലിന് അത്രയും വില എന്ന് പറയുന്നത്. അതിന് ഇവിടെ കരിമണല് പുറത്തുള്ള കമ്പനീസ് കൊണ്ടുപോയി അതിനെ ഖനനം, അല്ലെങ്കിൽ അതിനെ എൻറിച്ച്മെന്റ് ചെയ്ത് അതിൽ നിന്നും തോറിയം എക്സ്ട്രാക്ട് ചെയ്യും. അത് തോറിയം അത് എൻറിച്ച് ചെയ്യും. അതുകൊണ്ടാണ് കരിമണലിന് ഭയങ്കര വിലയുണ്ട്, അത് നമ്മൾ കൊടുക്കാൻ പാടില്ല, അത് നമുക്ക് തന്നെ യൂസ് ചെയ്യാം. പക്ഷെ നമ്മുടെ അതിന്റെ ടെക്നോളജി ആയിട്ടില്ല. നമുക്ക് അത് ഭാവിയിൽ നമ്മുടെ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ഈ കരിമണൽ വഴി നമുക്ക് ഇതുപോലെ തോറിയം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ നമ്മൾ സംരക്ഷിക്കണം എന്നാണ് നമ്മുടെ ആൾക്കാർ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതേപോലെ നാച്ചുറലായിട്ടും ഉണ്ടാവും, ഇല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് ഐസോടോപ്പ് ഉണ്ടാക്കും. അപ്പൊ നമ്മളിവിടെ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഐസോടോപ്സ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഐസോടോപ്സ് ആണ്. മെയിൻലി വി ആർ യൂസിങ് ഇറിഡിയം 192 ആൻഡ് കൊബാൾട്ട് 60. ഓക്കെ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇറിഡിയം 192 കൊബാൾട്ട് 60 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? ആരെങ്കിലും ഒരാള് മൈക്ക് ഓൺ ചെയ്ത് റെസ്പോണ്ട് ചെയ്യാം. സാർ കേൾക്കാണ്ട്. കേൾക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ശരി, അപ്പൊ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ശരി, എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ? നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷനെ പറ്റി പറഞ്ഞു. എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ? പറഞ്ഞോളൂ, എന്താ ന്യൂക്ലിയർ ഫ്യൂഷൻ? Nandu has raised your hand. അപ്പൊ റേസ് ചെയ്തില്ല, മാറ്റി. ശരി, ഓക്കെ. എന്താ ന്യൂക്ലിയർ ഫ്യൂഷൻ? എന്താ ഫ്യൂഷൻ? ന്യൂക്ലിയർ ഫ്യൂഷൻ
പറയൂ, ആരെങ്കിലും ഒരാൾ പറയൂ. ഹലോ, ഷൈൻ സാറേ. യെസ് സാർ. യെസ് സാർ. സ്റ്റുഡൻസ് ഒന്നും പറയുന്നില്ല അത്ര. ഷൈൻ സാറേ, നമുക്ക് അടുത്ത തവണ നമുക്ക് അവിടെ വെച്ച് ക്ലാസ് നടത്താം. ഓക്കെ, നേരിട്ട് ക്ലാസ് എടുക്കാം. സാറേ. സാറേ, താങ്ക് യു. ഓ, ഞാൻ വരാം. ഞാൻ വരാം. ഓക്കെ. രണ്ട് മൂന്ന് പേര് റൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അവർക്ക് ആൻസർ അറിയാമോ എന്നറിയില്ല. രണ്ട് കുട്ടികൾ റൈസ് ചെയ്തിട്ടുണ്ട് ഹാൻഡ്സ്. അതൊക്കെ അറിയാവോ എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ? അങ്ങനെ അറിഞ്ഞോണെന്ന് പറ. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് വലുതായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഫിഷൻ ഫ്യൂഷൻ. ആണോ? അങ്ങനെയാണോ? ഹലോ. ഓ, ഓക്കെ, ശരി. ഞാൻ എന്റെ ചോദ്യം കുറച്ചുകൂടി സിമ്പിൾ ആക്കാം. എന്താ ആറ്റം ബോംബ്? ആറ്റം ബോംബ് എന്ന് പറഞ്ഞാൽ ഫിഷൻ ആണോ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണോ? ഓക്കെ, സാർ തന്നെ പറഞ്ഞു ന്യൂക്ലിയർ ഫിഷൻ ആണ്. അപ്പൊ ഹൈഡ്രജൻ ബോംബോ? ഹൈഡ്രജൻ ബോംബ് ന്യൂക്ലിയർ ഫിഷൻ ആണ്. ആറ്റം ബോംബ് ന്യൂക്ലിയർ ഫിഷൻ ആണ്. സോ ഇതിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോംബ്, ആറ്റം ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ന്യൂക്ലിയർ പ്രോഡക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അതിൽ എനർജി ഉണ്ടാവും, പ്ലസ് റേഡിയേഷൻ പ്രോഡക്റ്റ് തന്നെയാണ് നെറ്റ് പ്രോഡക്റ്റ് കിട്ടുന്നത്. ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കഴിഞ്ഞാലും തകർച്ച ഉറപ്പാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് വാട്ടർ ആയിരിക്കും. അധികം ന്യൂക്ലിയർ പ്രോഡക്റ്റ് അതിൽ ഇല്ല. ഓക്കെ, രണ്ട് ഹൈഡ്രജൻ ആറ്റം കൂടിച്ചേരുമ്പോൾ നമുക്ക് വാട്ടർ ഹൈഡ്രജൻ പ്ലസ് ഫോർ. ഓക്കെ, so this is our uranium 235
towards anode. Okay. The electron cloud on down. The positive anode will attract that particular electron. The positive electron will be attracted towards the anode, and that anode will be giving X-ray. Okay. ഇനി നമ്മുടെ ബിസിനസ്സിലോട്ട് വരാം. സോ ദിസ് ഈസ് അവർ സോഴ്സ്. അപ്പോൾ നമുക്ക് എക്സ്റേ കിട്ടിക്കഴിഞ്ഞു. എക്സ്റേ ഒരു ഗാമ എക്സ്റേ ഒരു ഗാമ കിട്ടിക്കഴിഞ്ഞു. നൗ വി ആർ ഗോയിങ് ഫോർ ഹൗ വി ആർ ടേക്കിംഗ് ദ ആർ. ഓക്കെ, ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മൾ ഒരു സൈഡിൽ എക്സ്റേ എടുത്തു. നിങ്ങളെല്ലാവരും കൈയുടെയോ കൈയുടെയൊക്കെ കാലിൻ്റെയൊക്കെ എക്സ്റേ എടുത്തതാണ്. എല്ല് പൊട്ടിയിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് എക്സ്റേ എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പല്ലിൻ്റെ എക്സ്റേ എടുത്തിട്ടുണ്ടോ, അതേ പ്രോസസ് തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് വേണ്ടത് ഇൻസൈഡ് ഓഫ് വെൽഡ്. ഒരു വെൽഡ് ഇതൊരു പ്ലേറ്റ് ആണ്. ഈ 2 പ്ലേറ്റ് വെൽഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ വെൽഡ്. ഈ കാണുന്ന വി ആണ് വെൽഡ്. അപ്പോൾ ഇത് സിംഗിൾ വി വെൽഡാണ്. സിംഗിൾ വി വെൽഡാണ്. ഈ വെൽഡിന് കുറച്ച് ക്യാപ്പ് ഉണ്ട്, റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ വെൽഡിന്റെ ഒരു സൈഡിൽ നമ്മൾ സോഴ്സ് ചെയ്തു, റേഡിയേഷൻ സോഴ്സ് ചെയ്തു. ഈ വെൽഡിന്റെ താഴെ ഫിലിം. ഓക്കെ, സോ സോഴ്സിൽ നിന്നും നമുക്ക് കിട്ടുന്ന എനർജി അല്ലെങ്കിൽ എക്സ്റേ അല്ലെങ്കിൽ ഗാമ റേ, ഇറ്റ് വിൽ പാസ് വിത്ത് വെൽഡ്. വെൽഡും കാരൻ മെറ്റീരിയൽ എല്ലാം ചേർന്ന് പോകും. ദെൻ ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ത്രൂ ദ മെറ്റീരിയൽ. ഓക്കെ, ഇതിനകത്തൂടെ പോകും. പക്ഷെ എന്താ ചെയ്യുക, മെറ്റീരിയലിന്റെ ഡെൻസിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് ഈ എക്സ്റേ കുറച്ചൊക്കെ അബ്സോർവ് ആകും, അല്ലെങ്കിൽ ഗാമാറെ കുറച്ച് അബ്സോർവ് ആകും. ബാക്കി വരുന്ന എക്സ്റേ എന്ത് ചെയ്യും, നമ്മൾ റേഡിയോഗ്രാഫിക് ഫിലിമിൽ റെക്കോർഡ് ചെയ്യും. ഈ റേഡിയോഗ്രാഫിക് ഫിലിം എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക്കിൽ അയഡൈഡ് കോട്ടൺ, സിൽവർ അയഡൈഡ് ക്രിസ്റ്റൽ കോട്ടൺ ഒരു മെറ്റീരിയൽ, ഒരു കെമിക്കലാണ്. ആ കെമിക്കൽ എന്താ ചെയ്യാം, ആ കെമിക്കൽ ഈ എക്സ്റേ കാരണം എക്സ്റേയിൽ നിന്ന് എനർജി അബ്സോർവ് ചെയ്തിട്ട് സിൽവർ ഡെപ്പോസിറ്റ് ഉണ്ടാകും. സിൽവർ ഡെപ്പോസിറ്റ് കറുത്ത കളർ നമ്മൾ പറയുന്നില്ല, ഇത് അറ്റോമിക് സിൽവർ. അറ്റോമിക് സിൽവർ വിൽ ബി ഡാർക്ക് ഇൻ കളർ. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യും, ആ ഫിലിമിന് പ്രോസസ് ചെയ്തിട്ട് വ്യൂവിൻ്റെ ഫിലിം ചെയ്യും. നിങ്ങൾ ഡോക്ടറുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഫിലിം ചെയ്യുമ്പോൾ ഡിജിറ്റൽ ഫിലിംസാണ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. അതുതന്നെയാണ് ഡിജിറ്റൽ റേഡിയോഗ്രാഫി എന്ന് പറയുന്നത്. റേഡിയോഗ്രാഫിക് ഫിലിം എന്ന് പറയുന്നത് ഇറ്റ്സ് എ റേഡിയോഗ്രാഫ്, ഇറ്റ്സ് എ പ്ലാസ്റ്റിക് ഫിലിം, ഇറ്റ്സ് എ ഫിസിക്കൽ ഫിലിം. ഇൻസ്റ്റെഡ് ഓഫ് ദിസ്, ഇപ്പോൾ ഇതിന് പകരം നമ്മളൊരു സെൻസർ വെച്ചിട്ട് ആ സെൻസറാണ് ഈ എക്സ്റേ നമ്മൾ ഫീഡ് ചെയ്യുന്നത്. അതിന് ഡിജിറ്റൽ റേഡിയോഗ്രാഫി എന്ന് പറയുന്നത്. ഇപ്പോൾ അഡ്വാൻസ്ഡ് ഡിജിറ്റൽ റേഡിയോഗ്രാഫി സെറ്റപ്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയോ എല്ലാം ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത നിമിഷം നിങ്ങൾ എക്സ്റേ എടുത്തിട്ട് അടുത്ത നിങ്ങൾ റൂമിൽ പോകുമ്പോൾ ഡോക്ടറിൻ്റെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഡോക്ടറിൻ്റെ സ്ക്രീനിൽ അത് തെളിയും. കാരണം ഡിജിറ്റൽ ഇമേജ്. If there is advanced methods of digital imaging എന്നുള്ള പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിക്കും. So here we can test our job, raw material valve ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വെൽഡ് ടെസ്റ്റ് ചെയ്യാം, എന്ത് വേണോ നമുക്ക് റോ മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്യാം. ദിസ് ഈസ് അവർ ഐസോടോപ്പ്. ഇതിന് ക്യാമറ എന്ന് പറയും, അതായത് റേഡിയോഗ്രാഫിക് ക്യാമറ എന്നാണ് ഇതിന് പറയുന്നത്. ഈ ക്യാമറയ്ക്കകത്താണ് നമ്മുടെ ഗാമ സോഴ്സ് ഉള്ളത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഗാമ സോഴ്സ്, അത് ഒരു തവണ നിങ്ങൾ അതിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റേഡിയേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല. സോ അതിനെന്ത് ചെയ്യണം, അപ്പം ആ റേഡിയേഷൻ എല്ലാം കൂടി പൊതിഞ്ഞ് വെക്കണം, അതിന് കവർ ചെയ്യണം. അതിനെന്ത് ചെയ്യാൻ പറ്റും, ഹൈ ഹെവി മെറ്റൽ, നെറ്റ് മെറ്റൽ, ഡ്യൂപ്ലിക്കേറ്റ് യുറാനിയം, അങ്ങനെയുള്ള ഹെവി മെറ്റൽ വെച്ചിട്ട് കവർ ചെയ്യും. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കേസ് ഉണ്ടാകും. അതെല്ലാം കേസ് എല്ലാം ഉണ്ടാക്കിയിട്ട് അതിനകത്തായിരിക്കും അതിനെ സോഴ്സ് സൂക്ഷിച്ച് വെച്ചത്. അപ്പൊ അങ്ങനെ ഒരു സോഴ്സിനാണ് റേഡിയോഗ്രാഫിക് ക്യാമറ എന്ന് പറയുന്നത്. ഈ റേഡിയോഗ്രാഫിക് ക്യാമറയ്ക്കകത്ത് സോഴ്സ് ഇതിനകത്തുണ്ടാകും. ഓക്കെ, ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എപ്പോഴാണോ സോഴ്സ്, ഇപ്പോൾ നമ്മൾ എന്താ പറയാ, ഒരു പാമ്പിനെ അടച്ചു വെച്ചിരിക്കുന്നത് പോലെ, പാമ്പിനെ പെട്ടിക്കകത്ത് അടച്ചു വെച്ചിരിക്കുന്നത് പോലെ ഉണ്ടാകും. അപ്പോൾ ഇതിനകത്ത് വെച്ചേക്ക്. അപ്പൊ നമുക്ക് എപ്പോഴാണോ ആവശ്യം അതിനെ കൺട്രോൾ ചെയ്യാനും അതിനെ പുറത്തെടുക്കാനുമുള്ള കൺട്രോളിങ് യൂണിറ്റ്സ് ആണ് ഈ ബാക്കിലുള്ളത്. ഈ ബാക്കിലുള്ളത് അത് കൺട്രോളിങ് ഗൈഡ് ഹോസസ് ആണ്. ഇത് കാണുന്ന ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഇത് ഗൈഡ് ഹോസ് എന്ന് പറയുന്നത്. ഈ ഗൈഡ് ഹോസ് എവിടെയാണോ നമുക്ക് റേഡിയേഷൻ വേണ്ടത് ആ സ്ഥലത്തോട്ടേക്ക് ഇതിനെ ഗൈഡ് ചെയ്യുന്നത്.
അതിന്റെ അവിടെ ഒരു എൻഡ് ഉണ്ടാവും, ആ എൻഡിൽ പോയി അത് നിൽക്കും. സോ യു റോൾ ദിസ്, ഇതിന് ഒരു കേബിൾ ഉണ്ട്, ആ കേബിൾ റോൾ ചെയ്യുന്നതിന് ശേഷം ഈ സോഴ്സ് ഇതിനകത്തുനിന്ന് പുള്ള് ചെയ്ത് ഇതിനെ നേരെ ഇവിടെ കൊണ്ടുവയ്ക്കുക. എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ കൊണ്ട് ടാർഗറ്റിൽ കൊണ്ടുവയ്ക്കുക. വിൽ കീപ് ഇറ്റ് ഫോർ സം ടൈം. നമുക്കറിയാം ഇത് കുറച്ച് നേരം, അതായത് ഈ പിക്ചർ നമുക്ക് മൊത്തം എടുക്കാൻ കുറച്ച് സമയം, ഈ റേഡിയേഷൻ കയറി കുറച്ച് റേഡിയേഷൻ ഇപ്പോഴത്തെ വരണമല്ലോ, അതിന് സമയമുണ്ട്. അതിന്റെ പേര് എക്സ്പോഷർ ടൈം എന്നാണ് പറയുന്നത്. അപ്പൊ ആ എക്സ്പോഷർ ടൈം അതുവരെ നമ്മൾ ഇത് കീപ്പ് ചെയ്യും. അത് കീപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ ഇതിനെ റീവൈൻഡ് ചെയ്യും. റീവൈൻഡ് ചെയ്തിട്ട് തിരിച്ച് ഈ സോഴ്സ് ഇതിനകത്തൂടെ കയറി ഇതേ സ്ഥലത്ത് വന്ന് വെക്കുമ്പോൾ ദെൻ ഇറ്റ് ഈസ് സേഫ്. അപ്പം സോഴ്സിന്റെ വെളിയിൽ നമുക്ക് ആ റേഡിയേഷൻ വെളിയിൽ വരില്ല, അകത്ത് തന്നെ. സോ അല്ലെങ്കിൽ അപ്പൊ ഇതെല്ലാം നടക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾ ചോദിക്കും. ഇതെല്ലാം നടക്കുന്നത് ഒരു കോൺക്രീറ്റ് വാളിനകത്തായിരിക്കും. ഒരു കോൺക്രീറ്റ്, അതായത് ഈ സോഴ്സ് എല്ലാം നമ്മൾ ഇതിനകത്ത് വെക്കും. ഈ ഡോറ് വഴി നമ്മൾ പുറത്തിരിക്കും, കൺട്രോളിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. സോ വി ആർ കൺട്രോളിങ് ദ ക്യാമറ ഇൻസൈഡ് ദ കോൺക്രീറ്റ് സോ ദാറ്റ് വി ആർ സേഫ് ഫ്രം ദ റേഡിയേഷൻ. ഇനി റേഡിയേഷൻ സേഫ്റ്റി ആണോ എന്നെല്ലാം നിങ്ങൾ ചോദിക്കും. പക്ഷെ അതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാറ്റ്യൂട്ടറി ഓർ റെഗുലേറ്ററി ബോഡി കോൾഡ് AERB, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അപ്പോൾ AERB എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലൈസൻസിംഗ് അതോറിറ്റി, വളരെ ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. സോ വി ഹാവ് AERB, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, ടു കൺട്രോൾ ഓൾ ദീസ് തിങ്സ്. അതായത് ഇന്ത്യക്കകത്ത് എവിടെയാണോ സോഴ്സ്, ആരാണോ സോഴ്സ് ഉപയോഗിക്കുന്നത് അത് തരുന്നത് അവർ തന്നെയാണ്. നമുക്കിപ്പോൾ പുറത്തുനിന്ന് വാങ്ങണമായാലും അകത്തുനിന്ന് വാങ്ങണം, അവർ ലൈസൻസ് തന്നാലും നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഈ സോഴ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള നമുക്ക് ട്രെയിൻഡ് ആൾക്കാർ വേണം. പിന്നെ ഒരു BRC, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ വിൽ ട്രെയിൻ ദ പീപ്പിൾ ആൻഡ് ഗീവ് ദ ലൈസൻസ് ഫോർ സോഴ്സ് ഹാൻഡ്ലിംഗ്. ഓക്കെ. പിന്നെ ഈ സോഴ്സ് ചുമ്മാ ഒരാൾക്ക് വാങ്ങാൻ പറ്റില്ല. സോഴ്സ് സർട്ടിഫൈഡ് ബൈ BRC. ഇപ്പോൾ ഇന്ന ആൾക്ക് നമുക്ക് സോഴ്സ് കൊടുക്കാം എന്ന് സർട്ടിഫൈ ചെയ്യണം. എന്നത് മാത്രമേ അയാൾക്ക് സോഴ്സ് കൈവശം വെക്കാൻ പാടുള്ളൂ. പിന്നെ ബോർഡ് ഓഫ് റേഡിയേഷൻ, ഇതെല്ലാം ഇറ്റ് ഇസ് കമ്മിങ് എന്ന ഒരേ ഇതിൽ തന്നെയാണ്. എന്ന് പറയുന്നതാണ് സോഴ്സ് മാനുഫാക്ചർ. നിങ്ങൾക്കൊരു സോഴ്സ്, നിങ്ങൾക്കൊരു ഇൻഡസ്ട്രി തുടങ്ങുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഹോസ്പിറ്റൽ തുടങ്ങുകയാണ്, നിങ്ങൾക്കൊരു അറ്റോമിക് എനർജി സോഴ്സ് എന്തിനാണ്? റേഡിയേഷൻ എടുക്കാനാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവയുടെ പുറത്ത് ഇതിന്റെ ലൈസൻസ്, ആളുടെ പേരിലാണ് ലൈസൻസ്, എത്രയാണ് ഇതിന്റെ സോഴ്സ്, എത്ര വർഷം, എപ്പോഴാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എന്ന് വരെയാണ് ഇതിന്റെ വാലിഡിറ്റി, ഇതെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഇനി പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഇതെല്ലാം കൊടുത്തേക്കുന്നത് AERB ആണ്. ഈ ബ്രിഡ്ജാണ് ഇതിനുള്ള അറ്റോമിക് സോഴ്സ് സെയിൽ ചെയ്യുന്നത്. നമുക്ക് ചുമ്മാ പോയി കടയിൽ പോയി വാങ്ങാൻ പറ്റില്ല. ഈ സോഴ്സ് ഉണ്ടോ ഇല്ലയാണെന്ന് വാങ്ങാൻ പറ്റില്ല. നമ്മളവിടെ നേരെ ഈ ബ്രിഡ്ജിൽ പോയിട്ട് വേണം പറയാൻ, അവരങ്ങനെ അന്വേഷിച്ച്. ഇത് മാത്രമല്ല, മന്ത്ലി വി ഹാവ് ടു ഡു ദ റിപ്പോർട്ട്. Radiation safety officers are there who are certified radiographers, which will നമ്മുടെ കമ്പനി 2-3 radiographers ഉണ്ട്. ആ സർട്ടിഫൈഡ് radiographers will be reporting all the details, every activity of each month. ഓരോ മാസത്തെ ആക്ടിവിറ്റി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് AERB റിപ്പോർട്ട് ചെയ്യണം. Then we have IAEA, International Atomic Energy Agency. നിങ്ങളിപ്പോൾ ഈ IAEA എന്നുള്ള ഒരു പേര് നിങ്ങൾ ഇപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഈ IAEA ആണ് ആക്ച്വലി ഇപ്പോൾ IAEA റിപ്പോർട്ട് കാരണമാണ് ഇറാന്റെ അകത്ത് അണുപരീക്ഷണം നടക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും അറിയാൻ പറ്റുന്നില്ല എന്നാണ് IAEA ആണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്റർനാഷണൽ ബോഡി. ഇന്റർനാഷണൽ ബോഡി വിൽ കൺട്രോൾ ദാറ്റ് any activity, what is the activity happening, any enrichment is happening. ഇതെല്ലാം നോക്കുന്നത് IAEA, ഇന്റർനാഷണൽ ബോഡി. അതായത് നമുക്ക് എങ്ങനെയാണോ AERB അതുപോലെ ഇന്റർനാഷണൽ ഏജൻസിയാണ് IAEA. So this is our result for radiography test. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് ഈ ഗ്രാഫ്. ഓക്കെ. ഈ ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നിങ്ങളുടെ എല്ലാം ഒടിഞ്ഞിട്ടുണ്ടോ, വഡ് പൊട്ടിയിട്ടുണ്ടോ, വഡിന്റെ റൂട്ട് കനാൽ ചെയ്യണോ അല്ലെങ്കിൽ ഫില്ല് ചെയ്യണോ, എത്ര ആഴത്തിൽ പോയിട്ടുണ്ടോ, ഇതെല്ലാം നിങ്ങൾ റേഡിയോഗ്രാഫി കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു വെൽഡുണ്ട്. ആ വെൽഡിനകത്ത് നടുക്ക് ഒരു ക്രാക്ക് ഉണ്ടെന്ന്, അതിനകത്ത് ഒരു ക്രാക്ക് ഉണ്ട്, ഒരു നോൺ ത്രൂ ഉണ്ട്. ഇതെല്ലാം നമുക്ക് റേഡിയോഗ്രാഫി ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും. ഓക്കെ. ഇനി ഈ വലതുവശത്ത് കാണിച്ചിരിക്കുന്നത്
ഇതൊരു പൈപ്പ് ഒരു ടാപ്പാണ്, പെട്രോളിയം ടാപ്പാണ്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ക്രാക്ക് വന്നിട്ടുണ്ടോ, അതിനകത്ത് ലിക്വിഡ് പോകുന്നുണ്ടോ, ഈസി ആയിട്ട് പോകുന്നുണ്ടോ, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ സ്റ്റാൻഡേർഡ് റേഡിയോഗ്രാഫ്, ഇതിന് പല ഡിഫക്റ്റ് എങ്ങനെയാണ് ഇത് കാണുന്നത് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ റൂട്ട് കട്ട് എങ്ങനെയാണ്, റൂട്ട് അണ്ടർ കട്ട് എങ്ങനെയാണ്, അണ്ടർ കട്ട് എങ്ങനെയാണ്, ഇതിനകത്ത് ഒരു ക്രാക്കർ ഉണ്ടല്ലോ, ബേൺ ത്രൂ എങ്ങനെയാണ്, ലാക്ക് ഓഫ് പെൻട്രേഷൻ എങ്ങനെയാണ്, ഇന്റർപാസ് സ്ലാഗ് ഇൻക്ലൂഷൻ. ഞാൻ ആദ്യം പറഞ്ഞു റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് അതിന്റെ ഒരു മെയിൻ കാരണം എന്ന് ചോദിച്ചാൽ ഇതാണ് ഒരു കാരണം. കാരണം ഒരു പിക്ചറാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരു പിക്ചർ can is equivalent to 1000 words. ഒരു പിക്ചർ നമ്മൾ കാണിക്കുമ്പോൾ നമ്മളായാലും നമ്മുടെ കസ്റ്റമർ ആയാലും ഈ കസ്റ്റമർക്ക് ഈ ഡിഫക്റ്റ് ഈ വെന്ത് കൊള്ളാം, ഈ വെന്തിനകത്ത് ഈ ഡിഫക്റ്റ് ഉണ്ട് എന്ന് പറയേണ്ട കാര്യമില്ല. ഇത് കാണിച്ചാൽ തന്നെ അതിലൊരു ക്വാളിറ്റിയുടെ ഇൻസ്പെക്ടർ ആണെങ്കിൽ അയാൾക്ക് മനസ്സിലാക്കി പോകും ഇതുണ്ട്, അല്ലെങ്കിൽ ഈ വെന്ത് കൊള്ളാം, അത് കൊള്ളില്ല എന്ന് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് നോ കൺഫ്യൂഷൻ ഇല്ലാതെ പറയാം. Okay. So now I will show some radiograph. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ക്ലസ്റ്റർ, എവിടെയൊക്കെയാണ് അതിന്റെ ഷേപ്പ്, എങ്ങനെയാണ് നിങ്ങൾ പോളിടെക്നിക്കിൽ എന്തുകൊണ്ടാണ് ക്ലസ്റ്റർ പൊറോസിറ്റി വരാൻ കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ പഠിച്ചിട്ടുള്ള കാരണം പൊറോസിറ്റി എങ്ങനെയാണ്, പൊറോസിറ്റി എവിടെയൊക്കെയാണ് ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവും. ക്ലസ്റ്റർ പൊറോസിറ്റി ലാസ്റ്റ് ലാപ്പിലാണ് അല്ലെ, പല ലെയർ അടിച്ചിട്ട് അവസാനത്തെ ലെയറിലാണ് ഗ്യാപ്പ് അടിക്കുന്നതാണ് ക്ലസ്റ്റർ പൊറോസിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഹോൾഡ് ഓൺ ചെയ്യാം. അവസാനം അടിച്ച നമ്മളെ ഇലക്ട്രോഡിലാണ് പ്രശ്നം. ആ ഇലക്ട്രോഡ് ശരിയായി ബേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ പഴയ ഇലക്ട്രോഡോ അല്ലെങ്കിൽ അതിന് സ്റ്റോറേജ് തെറ്റായിട്ടോ അതെല്ലാം നമുക്ക് കണ്ടെത്താൻ പറ്റും ഈ റേഡിയോഗ്രാഫ്. സ്ലാഗ് ശരിയായിട്ടുള്ള ക്ലീനിങ് ഇല്ലാതെ വരുന്ന സ്ലാഗ് വരെ ഒന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ സ്ലാഗ് അകത്തുണ്ടോ ഇല്ല എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അത് ഈ പിക്ചർ നോക്കുക അല്ലെങ്കിൽ ഈ റേഡിയോഗ്രാഫ് നോക്കുക അറിയാം. സോ ദാറ്റ് യു ക്യാൻ കം ഇൻ ദ കൺക്ലൂഷൻ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ടെക്നിക്കൽ നോളജ് ഈസ് ഓക്കെ, അക്കാഡമിക് നോളജ് ഈസ് ഓക്കെ. എന്ത് ചെയ്യണം, സ്ലാഗ് ഇൻക്ലൂഷൻ വന്നാൽ എന്ത് ചെയ്യണം, വൈ ഇറ്റ് ഈസ് കമ്മിങ്, അതെല്ലാം ഓക്കെ. ബട്ട് ദ ഇൻപുട്ട്, വൺ ഓഫ് ദ ഇൻപുട്ട് ഫോർ യുവർ അനാലിസിസ് ഈസ് റേഡിയോഗ്രാഫ്. This is our lack of compression. It is side wall lack of fission. Okay, so side wall lack of fission kind of line parallel to the weld axis. It's a line. Okay, ആ ആക്സിസിൽ ലൈനും ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് പൊറോസിറ്റി അല്ലെങ്കിൽ സ്ലാഗ് ഇൻക്ലൂഷൻ lack of fission not along with some it can have porosity inline. So inline pores are also considered lack of fission. This is subtract. Subtract എന്തുകൊണ്ടാണെന്നും ഇതാണ് എന്റെ ഹിസ്റ്റമെന്നും നിങ്ങൾക്ക് പറയാം അല്ലേ. ഇത് ഇന്റേണൽ അണ്ടർകട്ട്. ഇത് മിക്കവാറും ഒരു പൈപ്പോ ട്യൂബോ വെൽഡ് ചെയ്തിട്ട് അകത്ത് ഐഡിയ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ പൈപ്പും ട്യൂബോ വെൽഡ് ചെയ്തിട്ട് നമ്മൾ വെളിയിൽ നിന്ന് ആർത്തി എടുക്കുമ്പോഴായിരിക്കും ഈ അകത്ത് പൈപ്പിന്റെ വെൽഡിന്റെ അകത്ത് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇത് പ്ലേറ്റ് അല്ല, പൈപ്പിന്റെ വെൽഡാണ്. ഓക്കെ, അവർ ട്യൂബിന്റെ വെൽഡ്. പ്ലേറ്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത സൈഡിൽ നോക്കിയാൽ അറിയാൻ പറ്റും അല്ലേ. പക്ഷെ പൈപ്പ് ട്യൂബ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല ഐഡിയ എന്താ റൂട്ട് എങ്ങനെയാണ് എന്ന് അറിയാൻ പറ്റും. ഇതെല്ലാം നമുക്ക് റേഡിയോഗ്രാഫിലൂടെ അറിയാൻ പറ്റും. ഇത് വെളിയിലുള്ളതാണ്, ഇത് നിങ്ങൾക്ക് പുറത്തുനിന്ന് നോക്കി അറിയാൻ പറ്റും. എക്സ്റ്റേണൽ. ഓക്കെ, ഇതൊരു ഓഫ് സെറ്റ് മിസ്മാച്ച്. സോ രണ്ട് ട്യൂബ് വെൽഡ് ചെയ്യുന്നു, ആ ട്യൂബിനകത്ത് മിസ്മാച്ച് ഉണ്ടെങ്കിൽ ഹോട്ട് കോൾഡ്. രണ്ട് ടൈപ്പ് ഓഫ് ക്രാക്ക് ഉണ്ട്. ലോഞ്ചിറ്റ്യൂണൽ ക്രാക്ക് അലോങ് ദ വെൽഡ്, ട്രാൻസ്വേഴ്സ് ക്രാക്ക്. രണ്ട് ക്രാക്ക് ആയാലും ഇറ്റ് ഇസ് വെരി ഡേഞ്ചറസ്. ട്രാൻസ്വേഴ്സ് ക്രാക്ക് ഇസ് നോട്ട് ഡേഞ്ചറസ്. ക്രാക്ക് എന്ന് പറയുന്നത് എപ്പോഴും റൂട്ടിന്റെ ഒരു ചെടിയുടെ വേര് മാതിരി ആയിരിക്കും. വേര് മാതിരി ഇങ്ങനെ പോകും, അതാണ് ക്രാക്ക്. ഇത് അണ്ടർസ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്നടിച്ച് ട്രൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാണുന്ന വെൽഡും ഇത് പാരലൽ മെറ്റീരിയലാണ്, ഇത് പാരലൽ മെറ്റീരിയലാണ്. ഇതിന്റെ തമ്മിലുള്ള ഡെൻസിറ്റി മെഷർ ചെയ്ത് വെച്ചാണ് നമ്മൾ റേഡിയോഗ്രാഫ് നോക്കുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ കറുപ്പ് കാണുന്നിടത്ത് മെറ്റൽ കുറവെന്ന് വെക്കും. ഓക്കെ, വെളുപ്പ് കാണുന്നിടത്ത് മെറ്റൽ കൂടുതലെന്ന് വെക്കും. സോ ഈ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അധികം കറുപ്പാണ്, അതായത് ഇവിടെ ഉള്ളതിനേക്കാളും തിക്നെസ് കുറവാണ് ഈ സ്ഥലത്ത്. ഓക്കെ,
ഇവിടെ ഉള്ളതിനേക്കാൾ തിക്നെസ് കൂടുതലായെന്നാണ് ഇവിടെ വെളുത്ത് കാണുന്നത്. ഓക്കെ, ഇപ്പൊ ഏകദേശം ക്ലിയർ ആയിട്ടാണ്. So whenever we have excess reinforcement, we have more white input. ഇതാണ് ടങ്സ്റ്റൺ ഇൻക്ലൂഷൻ. ടങ്സ്റ്റൺ ഇൻക്ലൂഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ പിഗ് പ്രോസസ്സിലായിരിക്കും ടങ്സ്റ്റൺ അതിന്റെ ലിബ് പൊട്ടി അകത്ത് പോയാൽ അത് ഈ ടങ്സ്റ്റൺ ഇൻക്ലൂഷൻ ടങ്സ്റ്റൺ ഇസ് എ വെരി ഹൈ ഡെൻസിറ്റി മെറ്റീരിയൽ ദാൻ എനി അതർ കാർബൺ സ്റ്റീലോ സ്റ്റെയിൻലെസ് സ്റ്റീൽ അലോയ് സ്റ്റീൽ. സോ അതിന് അധികം കൂടുതൽ ഹൈ ഡെൻസിറ്റി സോ ദാറ്റ് ഇറ്റ് വിൽ അബ്സോർബ് മോർ റേഡിയേഷൻ. അപ്പോൾ മോർ റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ആ റേഡിയേഷൻ അവിടെ ഫിലിമിന് റേഡിയോഗ്രാഫിക് ഫിലിമിന് റേഡിയേഷൻ കുറവായിരിക്കും. അപ്പോൾ അവിടെ എന്താ, അവിടെ സിൽവർ ഡെപ്പോസിറ്റ് കുറവായിരിക്കും. സോ ഇറ്റ് വിൽ ബി വൈറ്റ് ഇൻ കളർ. കാരണം സിൽവർ ഡെപ്പോസിറ്റ് അറ്റോമിക് സിൽവർ ഡാർക്ക് ഇൻ കളറാണ്. അപ്പം അവിടെ റേഡിയേഷൻ കുറവായതുകൊണ്ട് അവിടെ വെള്ളയായിട്ട് തരും, വെള്ളയായിട്ട് നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ വൈറ്റായിട്ട് ചെയ്യും, വൈറ്റ് കഴിയും. അതിന് നമ്മൾ എന്താ പറയുക, ടങ്സ്റ്റൺ ഇൻക്ലൂഷനായിട്ട് നമുക്ക് എടുക്കും. ഇത് ബേൺ ത്രൂ. ഇപ്പൊ ബേൺ ത്രൂ ഒരിടത്ത് എന്താ പറയുക, നമ്മൾ മേലെ ചന്ദ്രനിലൊക്കെ നോക്കുന്ന സമയത്ത് ചന്ദ്രന്റെ പ്രതലത്തിൽ കാണുന്ന ക്രാക്ക് ഉണ്ട്, അതുപോലെ ആയിരിക്കും ഒരു സ്ഥലത്ത് ഒരു വലിയ കുഴി അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ട് കാണാം. പിന്നെ ആപ്ലിക്കേഷൻസ് n number of applications, n number of applications. So oil field equipment maintenance ആയാലും installation ടൈമിലായാലും we are using the rig work, pipe work, എല്ലാത്തിനും സ്ട്രക്ചർ അനുസരിച്ച് പവർ പ്ലാന്റ് മെഷീനുകൾ. പവർ പ്ലാന്റ് മെഷീൻ എന്ന് പറയാൻ ടർബൈൻ ബ്ലേഡ് മുതൽ കോൾ സർക്യൂട്ട് വരെ we have to use this kind of technique. So there will be in lakhs and lakhs of elements or weight and raw materials we have to do all this stuff. And India's pipeline, gas pipeline is running 2 kilometers. So each kilometer we have to assure the safety. We have a long steel, longitudinal steel welding on, turf welding on. So we have to use both RC and heat. Aviation. Aviation less number of radiography. Thermography, QC, ഇതെല്ലാം കൂടുതലായിട്ട് aviation. Then ship turbine, ship plate, turbine, body. In space, cryogenic propellant tank. Cryogenic propellant tank for running up there, right? So they will be analyzing the reasons behind that. അപ്പോൾ അതിന് അവർ ചിലപ്പോൾ ആർത്തി എടുത്തതോ അല്ലെങ്കിൽ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഡിഫക്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മുടെ ടെക്നിക്ക് മാറ്റേണ്ടി വരും. നമ്മൾ ചെയ്ത ടെക്നിക്കോ നമ്മൾ ടെസ്റ്റ് ചെയ്തത് തെറ്റായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് you have to get into that more detail. Nuclear power plant, we are doing this power steam generator. Again, n number of wells will be there, very typical wells. So that's all from your session. Any doubts you have? താങ്ക് യു സാർ. നമുക്ക് നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും ഉള്ള സംശയങ്ങൾ ചോദിക്കാം. ഞാനൊരു ഫീഡ്ബാക്ക് ഫോം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് എല്ലാവരും എല്ലാ കുട്ടികളും അതുപോലെ അധ്യാപകരും ഒന്ന് ഫില്ല് ചെയ്യേണ്ടതാണ്. നമ്മുടെ അധ്യാപകർക്കുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാം, അതുപോലെ കുട്ടികൾക്കും ചോദിക്കാം. സാറേ, നമ്മളെ ഈ QAQC സർട്ടിഫൈഡ് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ? കാരണം പല സ്ഥലങ്ങളിലും QAQC എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സുകൾ കാണാം, പക്ഷെ അതൊക്കെ അംഗീകൃതമാണോ അല്ലേ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഈ അംഗീകൃതമായ കോഴ്സുകൾ നമുക്ക് എവിടെയാണ് അവൈലബിൾ ആവുക? ലെവൽ ഓഫ് നമ്മൾ QAQCക്കുള്ള
ലെവൽ 1, ലെവൽ 2 എന്നൊക്കെ പറഞ്ഞ ലെവലുകൾ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് അതിന്റെ നമുക്ക് അവൈലബിൾ ആവാന്ന് കൂടി നമുക്ക് അറിഞ്ഞാൽ നന്നായി. സാറ് ട്രെയിനിങ് എന്ന് പറയുന്നത് ആക്ച്വലി in India, we are following SNTC 1 എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ആണ് ഫോളോ ചെയ്യുന്നത്. ASND ആണ് SNTC 1. SNTC 1 ആണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ പുറത്തോട്ട് പോകുന്ന റിഗിലൊക്കെ ജോലി ചെയ്യുന്ന AP പോലത്തെ റിഗില് പുറത്തൊക്കെ പോകാനായിട്ട് PCN ലെവൽ 1, ലെവൽ 2 ഒക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, PCN ഇപ്പൊ ട്രിവാൻഡ്രത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിന് ASNTC 1 പ്രകാരം ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൊസൈറ്റി ഫോർ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രിവാൻഡ്രം ഇതുണ്ടാവും, ചാപ്റ്റർ ഓഫീസ്. അവിടുത്തെ മെമ്പേഴ്സ് എല്ലാം എന്താ പറയാ ISRO അങ്ങനെയുള്ള നല്ല ഹൈ ലെവൽ, ഹൈ ടെക്നിക്കലി ബേസ്ഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിരിക്കും അവിടെ ഉള്ളത്. അവരിൽ തന്നെ ലെവൽ 3 ആൾക്കാരുണ്ട്. ഈ SNTC 1 ലെവൽ 3 ASND ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ട്രെയിനിങ് ആണ്. ആ ലെവൽ 3 എടുത്ത ആൾക്ക് ലെവൽ 1ഉം ലെവൽ 2ഉം ട്രെയിൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള പവർ ഉണ്ട്. സോ ഇഫ് യു വാണ്ട് ട്രെയിനിങ്, നമ്മുടെ തിരുച്ചിറപ്പള്ളിയിൽ നമ്മുടെ ചാപ്റ്റർ ഉണ്ട്. നമ്മൾ വർഷത്തിൽ 2 തവണ കോഴ്സ് നടത്താറുണ്ട്. ഒരു കോഴ്സ് ഇപ്പോൾ PT, MT അതിന് രണ്ടിനും 5,000 ഈച്ചാണ് കോഴ്സ് ചാർജ്. പിന്നെ നിങ്ങൾക്ക് അടുത്ത് ഇതേപോലെ തന്നെ ആയിരിക്കും, ഏകദേശം ഇതേ രീതിയിലായിരിക്കും ട്രിവാൻഡ്രത്തും കോഴ്സ് നടത്തുന്നത്. സോ ഇറ്റ് ഈസ് ബെറ്റർ, അതായത് ട്രിവാൻഡ്രത്ത് അടുത്തായതുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ചാൽ കിട്ടും. പിന്നെ അതിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണെങ്കിൽ ഞാൻ തരാം അവിടെ. പിന്നെ ഇതില് പൈസ കൊടുത്താൽ മാത്രം സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സ്ഥാപനങ്ങളും ഉണ്ട്. പക്ഷെ അത് തെറ്റാണ്. കാരണം നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് ഇത്രയും ട്രെയിൻ ചെയ്ത് കിട്ടുന്ന അവര് അത് ഫേക്കായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഒരു അറ്റൻഡ് ഇത് എന്താ പറയാ, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് ഫേക്കാണോ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണോ എന്നുള്ളത്. പക്ഷെ സർട്ടിഫിക്കറ്റ് നല്ലതായിട്ട് കിട്ടണമെങ്കിൽ ISND, ഇന്ത്യൻ സൊസൈറ്റി ഫോർ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ട്രെയിനിങ് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ മുംബൈ, ചെന്നൈയിലെല്ലാം, ഈ കൊച്ചിയിലെല്ലാം കുറച്ചൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ആരെങ്കിലും? കുട്ടികൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം. നിൽ സാറേ, പിന്നെ കഴിഞ്ഞ വർഷം നമുക്ക് ക്ലാസ് എടുത്തിരുന്നു അല്ലേ ഷൈൻ സാറേ? നിൽ സാർ കഴിഞ്ഞ വർഷം അല്ലേ? ജോബ് ഓപ്പർച്യൂണിറ്റീസിന് NDT എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഓർമ്മയുണ്ട്. നമ്മുടെ ചേലക്കരയുള്ള സമയത്ത്. അതെ സാർ, അതെ. നിഖിൽ സാറേ, ഹലോ നിഖിൽ സാറേ. പറയൂ സാർ. സാറേ, നമ്മുടെ ഡിപ്ലോമ ലെവലിൽ കുട്ടികൾക്ക് ഇതില് നമ്മൾ NDT ട്രെയിനിങ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ, സെപ്പറേറ്റ് ഒരു കോഴ്സായിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് അവരുടെ ഏത് ലെവലിലായിരിക്കും അവർക്ക് എൻട്രി വരുന്നത്? ഇപ്പോൾ ഇൻഡസ്ട്രി, പ്രൈവറ്റ് ഇൻഡസ്ട്രി ഒക്കെ എടുത്തു കഴിഞ്ഞാലേ സാർ, ലെവൽ 2 ആണ് നിങ്ങൾ സർട്ടിഫൈഡ് ആണെങ്കിൽ ലെവൽ 2 ഇവാലുവേഷൻ ഇൻസ്പെക്ടർ ആയിട്ടാണ് വരുന്നത്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് 3 ലെവലാണുള്ളത്. അപ്പം ഡിപ്ലോമ ലെവലിലുള്ള കുട്ടിക്ക് ഡയറക്റ്റ് ആയിട്ട് ലെവൽ 2 എടുക്കാം. അപ്പോൾ ലെവൽ 2 എടുത്തു കഴിഞ്ഞാൽ അവിടെ ക്വാളിറ്റി ഇൻസ്പെക്ടർ ആയിട്ടാണ് വരുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ റേഡിയേഷൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം റേഡിയോഗ്രഫി ആണെങ്കിൽ നിങ്ങൾ റേഡിയോഗ്രഫി എടുക്കേണ്ട കാര്യമില്ല. അത് റേഡിയോഗ്രഫി എടുക്കാനായിട്ട് സർട്ടിഫൈഡ് റേഡിയോഗ്രാഫേഴ്സ് ഉണ്ട്. അത് വേറെ കോഴ്സാണ്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ അത് അവർ എടുത്ത ഫിലിം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ സാറേ? ആ ഫിലിം ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഇൻസ്പെക്ടർ ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. ഓക്കെയാണ് സാറേ. ഓക്കെ. 1-2 കുട്ടികളൊക്കെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം.
സാറേ എനിക്ക് ചാറ്റ് ബോക്സ് കാണാൻ പറ്റുന്നില്ല. സാർ ഒന്ന് പറഞ്ഞു എന്തെങ്കിലും വന്നിട്ടുള്ളത്. സാറേ ഞാൻ പറഞ്ഞുതരാം സാർ. നമുക്ക് നിലവിൽ ചാറ്റ് ബോക്സിൽ കുട്ടികൾ ക്വസ്റ്റ്യൻസ് ഒന്നും ഇട്ടിട്ടില്ല. ശരി. നിഖിൽ സാർ, നമുക്ക് എനിക്ക് തോന്നുന്നു കുട്ടികൾ സെക്കൻഡ് സെമസ്റ്ററിലുള്ള കുട്ടികളാണ് കൂടുതലും തോന്നുന്നു. ഓക്കെ. പക്ഷെ അവരൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ട് വരുന്നതേ ഉണ്ടാവുള്ളൂ. കാര്യം മാനുഫാക്ചറിങ് നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൽ റോളിംഗ് അതുപോലെ തന്നെ വെൽഡിങ് കാസ്റ്റിംഗ് ഒക്കെ പഠിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ ഡീപ്പായിട്ടൊന്നും പഠിക്കുന്നില്ല. ജനറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഒക്കെയാണ് പഠിക്കുന്നത് S2-ല്. ഓക്കെ. അപ്പോ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഒരു ഡീറ്റെയിൽസ് അവർക്ക് അറിയില്ലായിരിക്കും എന്ന് തോന്നുന്നു. നമ്മൾ ഈ പറഞ്ഞതെല്ലാം കുറച്ച് ഹൈ എൻഡ് കാര്യങ്ങളാണ്. ഓ ശരി. എന്തായാലും കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ കമന്റ് ഇടാം. അതുപോലെ അധ്യാപകർക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. നിഖിൽ സാറേ, ഹലോ സാറേ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ അങ്ങനെയാണെങ്കിൽ? വൈൻഡ് അപ്പ് ചെയ്യാം സാർ. നമ്മുടെ ചാറ്റ് ബോക്സിൽ ഞാൻ നമ്മുടെ ഫീഡ്ബാക്കിന്റെ ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഫീഡ്ബാക്കിന്റെ ഫോം ഒന്ന് ഫില്ല് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സെക്ഷൻ ഇൻഡസ്ട്രിയൽ റേഡിയോഗ്രാഫി എന്നുള്ള ഈ സെക്ഷൻ ഇന്നിവിടെ കണ്ടക്ട് ചെയ്തത് ബഹുമാനപ്പെട്ട നിഖിൽ സാറാണ്. അദ്ദേഹം BHEL ക്വാളിറ്റി ഡിവിഷൻ മാനേജറാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് NDT-യിലുള്ള സർട്ടിഫിക്കേഷൻസ് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 12 വർഷത്തിലധികമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ ടീച്ചിങ് എക്സ്പീരിയൻസും ഉള്ള ഫാക്കൽറ്റി ആയിരുന്നു അദ്ദേഹം. പിന്നീട് അത് ഇൻഡസ്ട്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ കൈകാര്യം ചെയ്ത നിഖിൽ സാറിന് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആറ്റിങ്ങലിന്റെയും അതുപോലെ തന്നെ ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ററാക്ഷൻ സെൽ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നോവേഷൻ കൗൺസിൽ, അതുപോലെ തന്നെ ഇന്നോവേഷൻ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റർ എന്നീ സെല്ലുകളുടെ കോർഡിനേറ്ററുടെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട മറ്റു കോളേജുകളിലെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ട്. സീനിയർ ആയിട്ടുള്ള പ്രകാശൻ സാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ HOD-മാർ, അതുപോലെ ബഹുമാനപ്പെട്ട മറ്റു ഫാക്കൽറ്റി മെമ്പേഴ്സ്, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എനിക്ക് തോന്നുന്നു നമ്മൾ 27 പേരോളം ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. 25ഓളം ഇപ്പോഴും ഉണ്ട്. അതിന്റെ അർത്ഥം നമുക്ക് കേൾക്കണമെന്നും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും താല്പര്യമുള്ളവർ ഇതിൽ എന്തായാലും ജോയിൻ ചെയ്യും. അവര് കണ്ടിന്യൂ ചെയ്യും. ഈ നമ്മുടെ വെബിനാർ എൻഡ് ചെയ്യുന്നവരെ കണ്ടിന്യൂ ചെയ്യുന്ന മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ജോയിൻ ചെയ്ത എല്ലാ കുട്ടികൾക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നിഖിൽ സാറിന് ഒന്നുകൂടി നമ്മുടെ കോളേജിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. സാറിന്റെ വോളണ്ടിയർലി സാറ് മുന്നേയും ചേലക്കര പോളിയിലായിരുന്ന സമയത്തും സാറ് നമുക്ക് വെബിനാർ എടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും ആറ്റിങ്ങൽ പോളിയിലേക്കും സാറിന്റെ സേവനം ലഭിച്ചതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. സാറിനുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഞാൻ ചാറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ഫോം ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. നിഖിൽ സാറേ, ഞാൻ മീറ്റിംഗ് എൻഡ് ചെയ്യട്ടോ സാർ?